നമസ്കാരം. 2018 ഒക്ടോബർ 22 പുലർച്ചെ 4 മണി. ആ സമയത്ത് പോലീസും നാട്ടുകാരും ചേർന്ന് ഒരു ബീച്ച് അരിച്ചു പറക്കുകയാണ്. ടോയ എന്നു പേരുള്ള ഒരു യുവതിയെ തലേദിവസം സന്ധ്യ മുതൽ കാണാതായിരിക്കുകയാണ്. അവളെക്കുറിച്ചുള്ള ഒരു വിവരവും കിട്ടാതെ വന്നപ്പോഴാണ് ആളുകളുടെ ശ്രദ്ധ അവസാനമായി അവള് പോയി എന്ന് ആളുകൾ കരുതുന്ന ആ ബീച്ചിലേക്ക് തിരിയുന്നത്. അങ്ങനെ ആ ബീച്ചിൽ അവർ അരിച്ചു പറക്കുമ്പോൾ അവളുടെ പിതാവ് ആ ബീച്ചിനോട് ചേർന്നുള്ള കുറ്റിക്കാട്ടിൽ ലേശം അസ്വാഭാവികമായ ഒരു കാഴ്ച കണ്ടു. അവിടെ ഒരു കുഴിയുടെ മുകളിൽ കുറച്ച് മണൽ കൂട്ടിയിട്ടിരിക്കും പോലെ അദ്ദേഹത്തിന് തോന്നിയപ്പോൾ അദ്ദേഹം ആ മണൽക്കൂനയിൽ കാലുകൊണ്ട് ഒന്ന് തട്ടി. കുന്തം പോയാൽ കുടത്തിലും തപ്പണം എന്നുള്ള ഒരു ചൊല്ലുണ്ടല്ലോ, ആ ചൊല്ലിനെ അനർത്ഥമാക്കുന്ന ശൈലിയിൽ അദ്ദേഹം ആ മണൽക്കൂനയിൽ ഒന്ന് തട്ടിയപ്പോൾ അദ്ദേഹം ശരിക്കും പെട്ടെന്ന് കാല് പിൻവലിച്ചു പോവുകയാണ്. കട്ടിയുള്ള എന്തോ ഒന്നില് അയാളുടെ കാല് തട്ടിയിരിക്കുകയാണ്. ടോർച്ചിന്റെ പ്രകാശം മാത്രമാണ് ഇപ്പോൾ ആളുകളുടെ കൈവശമുള്ളത്. ആ ബീച്ചിൽ വേറെ ഒരു തരത്തിലുമുള്ള ലൈറ്റുകളും ആ സമയത്ത് പ്രകാശിക്കുന്നുണ്ടായിരുന്നില്ല. ടോയുടെ പിതാവ് ശബ്ദമുണ്ടാക്കിയതും മറ്റു ഭാഗത്തൊക്കെ തിരയുന്ന ആളുകൾ കൂടി അവിടേക്ക് ഓടിയെത്തി. ആ ആളുകളോടൊപ്പം ഓടിയെത്തിയ പോലീസ് ടോയുടെ പിതാവ് നോക്കുന്ന ആ മൺകൂനയിലേക്ക് നോക്കി. ആ മൺകൂനയിലേക്ക് നോക്കിയ പോലീസ് കാണുന്നത് ഒരു തലയുടെ മുകൾ ഭാഗമാണ്. നീളമുള്ള തലമുടിയുള്ള ഒരു തല മണലിന് മുകളിലേക്ക് അങ്ങനെ പൊങ്ങി നിൽക്കുകയാണ്. ആ ടോർച്ചുകളുടെ പ്രകാശത്തിൽ പെട്ടെന്ന് തന്നെ ആളുകൾ ആ തലയുടെ ചുറ്റുമുള്ള മണ്ണ് മാറ്റിയതും ടോയുടെ പിതാവ് അലറി വിളിച്ചു പോവുകയാണ്. ടോയ എന്നുള്ള അദ്ദേഹത്തിന്റെ ഹൃദയം നടുങ്ങുന്ന ആ ശബ്ദം സ്വാഭാവികമായിട്ടും ആ പുലർക്കാല വേളയിൽ അടുത്തുള്ള അനവധി ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റിക്കാണ്. ബീച്ചിന്റെ സമീപത്ത് തിരയുന്ന ആളുകളെല്ലാം അവിടേക്ക് ഓടിയെത്തുകയാണ്. എല്ലാവരും ചേർന്ന് ആ തലയുടെ മുൻഭാഗത്തെ മണൽ മാറ്റുമ്പോൾ വ്യക്തമായി ആ കാഴ്ച ഇപ്പോ ആളുകൾക്ക് ദൃശ്യമാണ്. ആ ടോർച്ചുകളുടെ പ്രകാശത്തിൽ മണലിന് മുകളിൽ ഒരു ലേഡിയുടെ തല അങ്ങനെ നിൽക്കുകയാണ്. തുടർന്ന് പോലീസും നാട്ടുകാരും ചേർന്ന് ആ തലയുടെ താഴ്ഭാഗത്തോട്ട് മണ്ണ് മാറ്റി മാറ്റി വന്നപ്പോഴാണ് അവർ ആ കാഴ്ച പൂർണ്ണമായി കാണുന്നത്. ടോയെ ആ മൺകൂനയ്ക്കകത്ത് നിർത്തി ഏതാണ്ട് മണ്ണിട്ട് മൂടിയിരിക്കുകയാണ്. അവളുടെ ഉടല് ഏതാണ്ട് ചരിഞ്ഞിരിക്കുന്നത്, ബാക്കി ഭാഗമാണ് മുകളിലോട്ട് നിൽക്കുന്നത്. അവളുടെ ദേഹത്ത് ഒത്തിരിയേറെ ക്ഷതമേറ്റേണ്ട പാടുകളുണ്ട്. ഒരു സ്ട്രഗിള് കാര്യമായി നടന്നിട്ടുണ്ട്. ടോയുടെ ആ ബോഡിയുടെ അടുത്തേക്ക് ശരിക്കും ടോയുടെ അച്ഛനും മറ്റുള്ളവരും എത്താൻ ഒരു കാരണമുണ്ട്. അതിന്റെ കാരണം സമീപത്ത് ഒരു ചെറിയ ചെടിയിൽ കെട്ടിയിട്ടിരിക്കുന്ന ഒരു പട്ടിയാണ്. ആ പട്ടി ടോയുടെ ബോയ് ഫ്രണ്ടിന്റെ പട്ടിയാണ്. തലേദിവസം ഉച്ചയ്ക്ക് 2 മണിക്ക് ടോയും ആ ബോയ് ഫ്രണ്ടും ഒന്നിച്ച് ഭക്ഷണം കഴിച്ചിരുന്നു. ഭക്ഷണം കഴിച്ചതിന് ശേഷം ടോയ ആ ബോയ് ഫ്രണ്ടിന്റെ പട്ടിയുമായി ബീച്ചിലേക്ക് നടക്കാൻ ഇറങ്ങിയതാണ്. അവൻ ഭക്ഷണം കഴിച്ചതിന് ശേഷം ജോലിക്ക് പോയിരിക്കുകയാണ്. അവൻ തിരിച്ചു വരുമ്പോൾ അവൻ ആ പട്ടിയെ തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് അവൾ ആ പട്ടിയെ കൊണ്ട് നടന്നത്. ആ പട്ടിയെ ആ രാത്രിയിൽ ആ കുറ്റിക്കാട്ടിനകത്ത് കണ്ടതുകൊണ്ടാണ് അന്വേഷണം ആ കുറ്റിക്കാട്ടിനകത്തേക്ക് കടന്നത്. ടോയ അതീവ ക്രൂരമായി ഉപദ്രവിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഓസ്ട്രേലിയയിലെ ക്യൂൻസ്ലാൻഡിലെ വാങ്കറ്റ് ബീച്ചിൽ നിന്നാണ്. വിവരം നേരെ പുലരുമ്പോഴേക്കും സകല മേഖലയിലേക്കും എത്തി. പോലീസ് ഒരു അന്വേഷണ സംഘത്തിനെ രൂപീകരിച്ചിരിക്കുകയാണ്. ടോയ എന്ന ആ യുവതിക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയാനുള്ള ഒരു അന്വേഷണം അവിടെ സ്റ്റാർട്ട് ചെയ്തു. ടോയുടെ ബോഡി ആ കുഴിയിൽ നിന്ന് കുഴിച്ചെടുക്കുമ്പോൾ അവളുടെ ദേഹത്ത് വസ്ത്രങ്ങൾ ഒന്നുമേ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു സംശയം പോലീസിന് തുടക്കത്തിലേ ഉണ്ട്. അവള് റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നതാണ് ആ സംശയം. ഇൻക്വസ്റ്റ് നടപടികൾ, ഫോറൻസിക് പരിശോധന, അതിനുശേഷം ബോഡിയുടെ പോസ്റ്റ്മോർട്ടം, ഇതൊക്കെ ക്രമത്തിൽ നടക്കുമ്പോൾ ഒരു കാര്യം പോലീസ് അറിഞ്ഞു. ഒരു തരത്തിലും അവള് സെക്ഷലി എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെട്ടില്ല. പിന്നെ എന്തിന് അവളെ വസ്ത്രങ്ങളൊക്കെ അടിച്ചു കളഞ്ഞിട്ട് അവളെ തല്ലി ആ പരുവത്തിലാക്കി അവിടെ കുഴിച്ചു മൂടണം. അവളെ കൊന്നിരിക്കുന്ന വ്യക്തിക്ക് ചില്ലറ വട്ടൊന്നുമല്ല ഉള്ളത്. അല്ലെ പിന്നെ ഇങ്ങനെയൊക്കെ ആരെങ്കിലും ചെയ്യൂ? ഒരു മാനസിക രോഗി അല്ലെങ്കിൽ ഒരു പ്രത്യേക മൈൻഡ് സെറ്റുള്ള ആള് അത്തരത്തിലുള്ള ആളുകളെ ഇങ്ങനെയൊക്കെ കൊലപാതകങ്ങൾ നടത്തത്തുള്ളൂ. എന്തായാലും ആ രാത്രിയിൽ ആ കൊല ആര് നടത്തിയിരിക്കും എന്ന അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുമ്പോൾ പോലീസിന് അന്വേഷണം ആരംഭിക്കുന്നത് അവളുടെ ബോയ് ഫ്രണ്ടിന്റെ അടുത്തു നിന്നാണ്. തലേദിവസം ഉച്ചയ്ക്ക് 12 മണിക്കാണ് അവൾ വർക്ക് ചെയ്യുന്ന ഫാം ഹൗസിൽ നിന്ന് ഇറങ്ങുന്നത്. വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അവൾ വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങളോട് വാങ്ങിയിരുന്നു. ആ സാധനങ്ങൾ വീട്ടിൽ കൊണ്ട് ഏൽപ്പിച്ചിട്ട് അവളുടെ ബോയ് ഫ്രണ്ടിന് ഒപ്പം അവൾ പോവുകയാണെന്ന് വീട്ടുകാരോട് പറയുകയും ചെയ്തു. അവളുടെ ബോയ് ഫ്രണ്ട് താമസിക്കുന്ന വീട്ടിൽ അവൾ എത്തുമ്പോൾ അവൻ അവളെ കാത്തിരിക്കായിരുന്നു. അവരൊന്നിച്ചാണ് ഭക്ഷണം കഴിച്ചത്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ അവന് ജോലിക്ക് പോകേണ്ട ടൈമായി. അങ്ങനെ അവൻ ജോലിക്ക് പോയപ്പോൾ അവനും അവളും കൂടി സാധാരണ നടക്കാറുള്ള ബീച്ചിലേക്ക് ഇറങ്ങി. കൂട്ടിന് ടോയി അവളുടെ ബോയ് ഫ്രണ്ടിന് ആ നായക്കൂടെ കൂട്ടുകയായിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് പോലീസിന് ആ ബോയ് ഫ്രണ്ടിൽ നിന്ന് ലഭിക്കുന്നത്. മാർക്കോ പറഞ്ഞ കാര്യങ്ങൾ പോലീസ് കൃത്യമായി നോട്ട് ചെയ്തു. മാർക്കോയാണ് അവസാനമായി ജീവനോട് ടോയിയെ കണ്ടിരിക്കുന്നത്. ക്രൈം സീൻ ഇൻസ്പെക്ഷൻ നടത്തിയിരിക്കുന്ന ഫോറൻസിക് ടീം
അവിടെ നിന്ന് ഒരു വടി കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ രക്തം പുരണ്ടിട്ടുണ്ട്. അത് മാത്രമല്ല, ക്രൈം സീനിൽ രക്തം ചിതറിക്കിടക്കുന്നതിന്റെ അടയാളമുണ്ട്. അവിടെ വെച്ച് ഒരു സംഘടനം നടന്നിട്ടുണ്ട്. ആ സംഘടനത്തിൽ തെറിച്ചിരിക്കുന്ന രക്തമാണ് അവിടെ ഉള്ളത്. തറയിൽ തെറിച്ചിരിക്കുന്ന രക്തം തന്നെയാണോ ആ വടിയിലും ഉള്ളതെന്ന് കൃത്യമായിട്ട് അറിയില്ല. എന്തായാലും അതെല്ലാം വിദഗ്ധ പരിശോധനയ്ക്ക് വേണ്ടി കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. ഈ രക്തം കിടന്ന സ്ഥലവും ബോഡി കിടന്ന സ്ഥലവും തമ്മിൽ ഏകദേശം ഒരു 50 അടിയുടെ വ്യത്യാസം വരും. ബീച്ചിലാണ് രക്തമുള്ളത്, ബോഡി കിടന്നത് കാടിനകത്താണ്. ബീച്ച് മുതൽ ആ ബോഡി കിടന്ന സ്ഥലം വരെ ബോഡി തറയ്ക്കുടി വലിച്ചിഴച്ചതിന്റെ അടയാളങ്ങളും അവിടെ കാണാനുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ അതിനകത്ത് വളരെ ക്രൂരമായാണ് ചോയ് കൊല്ലപ്പെട്ടതെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അവിടെ കഴുത്തിലെ കശേരിക്കൽ ഒടിഞ്ഞിട്ടുണ്ട്, കഴുത്ത് മുറിച്ചിട്ടുണ്ട്, ദേഹത്ത് 10ലധികം തവണ കത്തി കൊണ്ട് കുത്തിയിട്ടുമുണ്ട്. അതിക്രൂരമായി ഏതാണ്ട് പീഡിപ്പിച്ച് ചോയെ കൊന്നിരിക്കുകയാണ്. അവളുടെ മുഖത്തെ എല്ലുകൾ വരെ പൊട്ടിയിരിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ പോലീസിന് ഒരു കാര്യം ബോധ്യമായി. ചോയോട് ശരിക്കും പകയുള്ള ആരോ ആണ് ഈ കൊല നടത്തിയിരിക്കുന്നത്. ശത്രുതയുള്ള ആളിന് മാത്രമേ ഈ ശൈലിയിലേക്ക് ഒരാളുടെ പെരുമാറാൻ പറ്റൂ. ആർക്കാണ് ടോയിയുടെ ശത്രുത? മാർക്കോയും ടോയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു? ആ ചോദ്യം സുഹൃത്തുക്കളോടാണ് ചോദിക്കുന്നത്. ടോയിയുടെയും മാർക്കോയുടെയും സുഹൃത്തുക്കൾ ഒരുപാടുണ്ട്. അവരെന്ന് പോലീസിന് കിട്ടിയ മറുപടി മാർക്കോയ്ക്ക് അനുകൂലമായിട്ടാണ്. മാർക്കോയും ടോയും തമ്മിലുള്ള വിവാഹം നിശ്ചയിച്ചിരിക്കുകയാണ്. അവരതിന്റെ സന്തോഷത്തിലുമാണ്. അതുകൊണ്ട് തന്നെ മാർക്കോയുടെ ഭാഗത്തുനിന്ന് ഒരു കാരണവശാലും ഈ ശൈലിയിൽ ഒരു ആക്രമണം ഉണ്ടാകില്ല. അത് കൂട്ടുകാർ 100% ഉറപ്പിച്ച പോലീസിനോട് പറഞ്ഞത്. ബന്ധുക്കളുടെ ഇടയിലും വേറെ വിഷയമൊന്നുമില്ല. ക്ലാസ്മേറ്റ്സുകളോ അല്ലെങ്കിൽ വേറെ സോഷ്യൽ മാധ്യമ ബന്ധങ്ങളോ ഒക്കെ ശത്രുതയിൽ ഉണ്ടോയെന്ന് പോലീസ് പരിശോധിച്ചപ്പോൾ അവിടെയൊന്നും അവർക്ക് ശത്രുക്കളില്ല എന്ന് മനസ്സിലായി. ഒരു തരത്തിലുള്ള ശത്രുക്കളും ഇല്ലാത്ത ചോയെ ഇതാരാ ഇത്ര ക്രൂരമായി കൊല ചെയ്തത്? കൊലയാളി വളരെ യാദൃശ്യവശാൽ ഇനി കൊല നടത്തിയതാണോ? അങ്ങനെയാണെങ്കിൽ തന്നെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും കൊല്ലൂ. ഒരു അക്ഷരാർത്ഥത്തിൽ ഏതാണ്ട് മുന്നോട്ട് പോകാനാകാതെ സ്തംഭിച്ചു നിൽക്കുന്ന ഒരു സ്റ്റേജിലെത്തി. അവളെ ആരെങ്കിലും ഇനി ഫോളോ ചെയ്തിട്ട് അവളെ വകവരുത്തിയതാണോ? അതിനുവേണ്ടി അവളുടെ ജോലി സ്ഥലം മുതൽ അവളുടെ ബോയ് ഫ്രണ്ടിന്റെ വീട് എത്തിയവരെ കിട്ടാവുന്ന എല്ലാ CCTV വിഷ്വലുകളും പോലീസ് ശേഖരിച്ചു. ആ വിഷ്വലുകൾ മുഴുവൻ പരിശോധിച്ചിട്ടും ഒരാളും അവളെ ഫോളോ ചെയ്യുന്നതിന്റെ ഒരു സൂചനയില്ല. പിന്നെ ഇപ്പൊ എന്താ സംഭവിച്ചത്? അതായി അടുത്ത ചോദ്യം. ഇതിനിടയിലാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. മരണം സംഭവിച്ചിരിക്കുന്നത് വൈകുന്നേരമാണ്. വൈകിട്ട് ഏകദേശം 5-നും 6-നും ഇടയിലാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. 5-നും 6-നും ഇടയിൽ ആ ബീച്ചിൽ ആളുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ അവർ ഉറപ്പായും ഈ കൊലപാതകം കാണേണ്ടതാണ്. പക്ഷെ അവിടെ വേറെ CCTV ക്യാമറകൾ ഒന്നുമില്ല, അതുപോലെ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല. ആ കാരണങ്ങൾ കൊണ്ട് തന്നെ അവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അതിന്റെ തെളിവ് ശേഖരിക്കുക എന്ന് പറഞ്ഞാൽ അത് പാടാണ്. അവിടെയുള്ള ആളുകളോട് ആ ദിവസം ബീച്ചിൽ ആ സമയത്ത് ആരെങ്കിലും ഉണ്ടായിരുന്നു എന്ന് അന്വേഷിച്ച് കണ്ടെത്തുക അല്ലാതെ വേറെ മാർഗമില്ല. ആ ബീച്ചിൽ സാധാരണ അധികം ആളുകൾ വരുന്ന ബീച്ചല്ല, മാർക്കോയുടെ വീടിനടുത്തുള്ള ബീച്ചാണ്. പക്ഷെ ആ ബീച്ചിന് സമീപത്തുകൂടി ഒരു റോഡുണ്ട്. ആ റോഡിലൂടെ കടന്നു വരുന്ന വാഹനങ്ങളൊക്കെയും ആ ബീച്ച് ലക്ഷ്യമാക്കി വരുന്നതാണ്. ആ കാടിനകത്തൂടി ആർക്ക് വേണമെങ്കിലും ആ ബീച്ചിലേക്ക് ഇറങ്ങാം. പോലീസ് അവിടേക്ക് വന്നിരിക്കുന്ന വാഹനങ്ങളൊക്കെ ലിസ്റ്റ് ചെയ്യുന്നത് ആ കാരണത്താലാണ്. പോലീസ് ലിസ്റ്റ് ചെയ്തത് ഏകദേശം 70ലധികം വാഹനങ്ങളാണ്. 5-നും 6-നും ഇടയിൽ വാങ്കറ്റി ബീച്ചിൽ എത്താൻ വേണ്ടി അതുവഴി കടന്നു വന്ന വാഹനങ്ങളെയാണ് അവർ ലിസ്റ്റ് ചെയ്തത്. ആ വണ്ടികളുടെ രജിസ്ട്രേഷൻ നമ്പർ കളക്ട് ചെയ്ത പോലീസ് അതുവഴി ആ ഉടമകളിലേക്കും ആ ഉടമകളുടെ ടെലിഫോൺ നമ്പറിലേക്കും എത്തി. ആ ഉടമകളെ അറിയിക്കാതെ ആ ഉടമകളുടെ മൊബൈൽ നമ്പറിന്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് പോലീസിന്റെ ടാർഗറ്റ്. 5-നും 6-നും ഇടയിൽ ആ ബീച്ചിൽ ടോയുടെ മൊബൈൽ നമ്പർ ആക്റ്റീവ് ആയിരുന്നു. ആ സമയത്ത് ആ നമ്പറിന് സമീപത്ത് വേറെ ഏതൊക്കെ നമ്പർ ഉണ്ട് എന്ന് കണ്ടെത്തിയാൽ കൊലയാളിയിലേക്ക് വേഗം എത്താൻ പറ്റും. അതുകൊണ്ടാണ് പോലീസ് ആ ഒരു പരീക്ഷണം നടത്തിയത്. നേരത്തെ അവിടെ ആ ബീച്ചിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ആളുകളുടെയൊക്കെ മൊബൈൽ നമ്പർ വെച്ച് പോലീസ് ഈ ഒരു പരീക്ഷണം നടത്തിയെങ്കിലും അത് ഏറ്റില്ല. അങ്ങനെയാണ് അതുവഴി കടന്നുപോയ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളുടെ ടെലിഫോൺ നമ്പർ മാച്ച് ചെയ്യുമോ എന്ന് നോക്കുന്ന പ്രക്രിയയിലേക്ക് ശരിക്കും പോലീസ് കടക്കുന്നത്. വൈകിട്ട് 5-നും 6-നും ഇടയിൽ ടോയുടെ മൊബൈല് ആക്റ്റീവ് ആയിരിക്കുന്ന ആ സമയത്ത് ആ മൊബൈലിനോട് ഏറ്റവും സാമീപ്യത്തിൽ വന്ന മൊബൈൽ നമ്പർ ഏത് വാഹനത്തിലതാണ് എന്ന് കണ്ടെത്താനുള്ള പോലീസിന്റെ അന്വേഷണം അവസാനം ഒരു വാഹനത്തിലെത്തി. ആ വാഹനത്തിന്റെ നമ്പർ കണ്ടെത്തിയ പോലീസ് അതിന്റെ ലൈസൻസ് നമ്പറിലൂടെ രജിസ്ട്രേഷൻ ഉടമയിലേക്ക് എത്തി. അത് രാജ്വീന്ദർ സിംഗിന്റെ നമ്പറാണ്. ആളൊരു ഇന്ത്യക്കാരനാണ്. ക്യൂൻസ്ലാൻഡിലെ ഒരു ആശുപത്രിയിൽ നഴ്സിംഗ് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്ന ഈ രാജീന്ദറിന് 38 വയസ്സാണ് പ്രായം. അയാളും ഭാര്യയും 3 കുട്ടികളും ക്യൂൻസ്ലാൻഡിൽ താമസം തുടങ്ങിയിട്ട് കാലം ഒരുപാടായി. അയാൾ ശരിക്കും പഞ്ചാബിലെ അമൃത്സറിൽ നിന്നാണ്
ഓസ്ട്രേലിയയിലെ ക്യൂൻസ്ലാൻഡിൽ എത്തുന്നത്. പോലീസിന് ഈ രാജേന്ദറിനെ കുറിച്ചുള്ള വിവരം കിട്ടുമ്പോഴേക്കും സംഭവം നടന്നിട്ട് 4 ദിവസമായി. പോലീസ് ഉടൻ തന്നെ രാജേന്ദറിന്റെ അഡ്രസ്സിലേക്ക് പാഞ്ഞെത്തി. അവിടെ എത്തുമ്പോൾ രാജേന്ദറിന്റെ ഭാര്യയുണ്ട്. രാജേന്ദർ സിംഗ് എവിടെയെന്ന ചോദ്യത്തിന് അവൾക്ക് ഒരു ഉത്തരവുണ്ട്. സർ, ഏതാനും ദിവസം മുമ്പ് ഞാനും രാജേന്ദർ തമ്മിൽ വഴക്കുണ്ടായി. എന്നോട് ദേഷ്യപ്പെട്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോയതാണ്. എന്നാ അത് സംഭവിച്ചത് ഒക്ടോബർ 21-നാണ്. എന്നിട്ട് രാത്രി തിരിച്ചു വന്നു. പിറ്റേന്ന് രാവിലെ ജോലിക്ക് പോവുകയും ചെയ്തു. പക്ഷെ അതിനുശേഷം തിരിച്ചു വന്നിട്ടില്ല. മിസ് രാജേന്ദർ, നിങ്ങൾ അയാൾ വർക്ക് ചെയ്യുന്ന ഓഫീസിൽ ബന്ധപ്പെട്ടില്ലേ? ബന്ധപ്പെട്ടായിരുന്നു. പക്ഷെ അവിടെ നിന്നും പ്രത്യേകിച്ച് വിവരമൊന്നും കിട്ടിയില്ല. എന്തായാലും ആ ലേഡി പറഞ്ഞ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് രാജേന്ദർ വർക്ക് ചെയ്യുന്ന ഓഫീസിലെത്തി. അതൊരു ഹോസ്പിറ്റലാണ്. ഒക്ടോബർ 21-ന് ശേഷം രാജേന്ദർ ആ ഹോസ്പിറ്റലിൽ വന്നിട്ടേയില്ല. അയാൾ എങ്ങോട്ട് പോയെന്ന് ഹോസ്പിറ്റലുകാർക്ക് അറിയത്തുമില്ല. അൺഓതറൈസ്ഡ് ആബ്സെൻസ്, അതാണ് ഇപ്പോ അവിടെ അവർ രേഖപ്പെടുത്തി വെക്കുന്നത്. രാജേന്ദറിന്റെ ടെലിഫോൺ നമ്പർ കളക്ട് ചെയ്ത പോലീസ് അയാളുടെ ആ മൊബൈൽ നമ്പറുമായി ബന്ധപ്പെട്ട് കോൾ ഡേറ്റ റെക്കോർഡുകൾ എടുത്തപ്പോൾ അയാളെ സ്ഥിരമായി കോൺടാക്ട് ചെയ്യുന്ന ഒരാളുടെ നമ്പർ പോലീസ് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തു. പോലീസ് അയാളെ കോൺടാക്ട് ചെയ്തു, അയാളെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. അയാൾ ഒക്ടോബർ 21-ന് രാജേന്ദറിനെ കണ്ട ആളുകളുടെ കൂട്ടത്തിലാണ്. അയാള് രാജേന്ദറിനെ കാണുമ്പോൾ രാജേന്ദറിന്റെ കയ്യിൽ കടിയേറ്റ് ഒരു പാടുണ്ടായിരുന്നു. എന്നാൽ സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ അയാൾ അതിന് മറുപടി പറഞ്ഞില്ല. അയാൾ ശരിക്കും ടെൻഷനിലായിരുന്നു. രാജേന്ദറിനെ കുറിച്ച് സുഹൃത്ത് പറഞ്ഞ വിവരങ്ങൾ അറിഞ്ഞതും പോലീസ് ഉടൻ തന്നെ ഒരു കടുത്ത തീരുമാനം എടുത്തു. രാജേന്ദർ ഒരു കാരണവശാലും രാജ്യം വിടാതിരിക്കാൻ വേണ്ടിയാണ് അവർ ആ തീരുമാനം എടുത്തത്. അവരെല്ലാ എയർപോർട്ടുകളിലും ഉടൻ തന്നെ ആ ഫോട്ടോ എത്തിച്ചു. രാജേന്ദർ എന്ന പഞ്ചാബ് നിവാസി എയർപോർട്ടിൽ വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തുറമുഖങ്ങൾ വരികയാണെങ്കിൽ അയാളെ ഡീറ്റെയിൻ ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവർ ആ ഫോട്ടോ എത്തിച്ചിരിക്കുന്നത്. ആ ഫോട്ടോ അവരെല്ലാ എയർപോർട്ടിലേക്ക് എത്തിച്ച് ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ തന്നെ സിഡ്നി എയർപോർട്ടിൽ നിന്ന് പോലീസിന് ഒരു വിവരം കിട്ടി. ഒക്ടോബർ 22-ന് തന്നെ രാജേന്ദർ രാജ്യം വിട്ടു എന്നുള്ള ഇൻഫർമേഷനാണ് അവർക്ക് സിഡ്നിയിൽ നിന്ന് കിട്ടിയത്. സിഡ്നി ദില്ലി ഫ്ലൈറ്റിൽ അയാൾ സ്ഥലം വിട്ടു എന്നുള്ള ഇൻഫർമേഷനാണ് പോലീസിനെ തേടിയെത്തിയിരിക്കുന്നത്. പോലീസ് ഈ വിവരം ഹാൻഡ് ഓവർ ചെയ്യുന്നത് ഒക്ടോബർ 25-നാണ്. വെറും 3 ദിവസം മാത്രമേ അവർ ലേറ്റ് ആയുള്ളൂ. പക്ഷെ അപ്പോഴേക്കും രാജേന്ദർ രാജ്യം വിട്ടു കഴിഞ്ഞു. പോലീസ് അന്വേഷിക്കുന്ന പ്രതി രാജ്യം വിട്ടിരിക്കുകയാണ്. രാജ്യം വിടുന്ന പ്രതിയെ തിരിച്ചു പിടിക്കുക എന്ന് പറഞ്ഞാൽ അത് ലേശം പാടുള്ള കാര്യമാണ്. ഓസ്ട്രേലിയയിൽ കുറ്റം ചെയ്തിട്ട് ഇന്ത്യയിലേക്ക് അയാൾ കടന്നിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് രാജേന്ദറിനെ തിരിച്ച് ഓസ്ട്രേലിയ കൊണ്ടുവരണമെങ്കിൽ ഒരുപാട് നിയമ തടസ്സങ്ങളുണ്ട്. ഓസ്ട്രേലിയൻ പോലീസിനെ ഇന്ത്യയിൽ വന്ന് രാജേന്ദറിനെ കണ്ടെത്തി ചോദ്യം ചെയ്ത് അറസ്റ്റ് ചെയ്ത് ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ ഒരു കാരണവശാലും പറ്റത്തില്ല. അതിന് അതിൻ്റെതായ കടമകളുണ്ട്. ആ കടമകളുമായി ബന്ധപ്പെട്ട് ആദ്യം ഓസ്ട്രേലിയ തന്നെ കുറേയേറെ കാര്യങ്ങൾ പൂർത്തീകരിക്കണം. അതിൽ ഒന്നാമത്തെ കാര്യം രാജേന്ദറാണ് കുറ്റം ചെയ്തതെന്ന് ഓസ്ട്രേലിയയിൽ പ്രൂവ് ചെയ്യണം. അങ്ങനെ പ്രൂവ് ചെയ്താൽ മാത്രമേ അവിടുത്തെ കോടതി രാജേന്ദറിനെ വിട്ടുകിട്ടാനുള്ള പോലീസിന്റെ റിക്വസ്റ്റ് അനുവദിക്കത്തുള്ളൂ. കോടതിയുടെ അനുവാദം കിട്ടിയതിന് ശേഷം റിക്വസ്റ്റ് തയ്യാറാക്കി ആ റിക്വസ്റ്റുമായി അവര് ഓസ്ട്രേലിയയുടെ ഫോറിൻ ഡിപ്പാർട്ട്മെന്റിനെ സമീപിക്കണം. അവര് അത് പരിശോധിച്ച് അനുവദനീയമാണെന്ന് തോന്നിയാൽ ഇന്ത്യൻ ഗവൺമെന്റുമായി ബന്ധപ്പെടും. ഇന്ത്യൻ വിദേശകാര്യ വകുപ്പിന് കിട്ടുന്ന ആ റിക്വസ്റ്റ് അവർ പരിശോധിച്ച് അവർക്കും അനുവദനീയമാണെന്ന് തോന്നിയാൽ ഇന്ത്യയിലെ കണക്റ്റഡ് ഡിപ്പാർട്ട്മെന്റുകളുമായി ബന്ധപ്പെട്ട് പിന്നീട് 100 കൂട്ടം ആക്ഷനുകൾക്കൊടുവിലാണ് അവസാനം ഈ ആക്ഷൻ നടത്തേണ്ട പോലീസ് സ്റ്റേഷനിലേക്ക് കത്തെത്തുക. അതൊരു വലിയ പ്രോസസ്സാണ്. പോലീസിന്റെ അന്വേഷണം 3 ദിവസം ലേറ്റ് ആയപ്പോഴേക്കും രാജേന്ദർ രാജ്യം വിട്ടതുകൊണ്ടാണ് ഇനി ഈ കടമകളൊക്കെ പോലീസ് കടക്കേണ്ടത്. ഇനി വേറൊരു കാര്യം കൂടി ഉണ്ട്. ഈ പറഞ്ഞ പ്രക്രിയകളൊക്കെ നടക്കണമെങ്കിൽ രാജ്യങ്ങൾ തമ്മിൽ ഒരു കരാർ ഉണ്ടാകണം. കുറ്റവാളികളെ പരസ്പരം കൈമാറാനുള്ള കരാർ. ആ കരാറിൽ ഒപ്പിട്ടുള്ള രാജ്യങ്ങൾക്ക് ഉള്ളിലെ ഈ കുറ്റവാളികളെ കൈമാറുന്ന പരിപാടി നടക്കും. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ അത്തരത്തിലുള്ള കരാർ നേരത്തെ തന്നെ ഒപ്പിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാജേന്ദറിനെ ഇന്ത്യയിൽ നിന്ന് ഓസ്ട്രേലിയ എത്തിക്കാനുള്ള നടപടികളിലേക്ക് ഓസ്ട്രേലിയൻ പോലീസ് കടന്നു. ഓസ്ട്രേലിയൻ പോലീസ് ഇപ്പോൾ ശരിക്കും വളരെ ശ്രദ്ധിച്ചാണ് മുന്നേറാൻ. ഓസ്ട്രേലിയയുടെ പോലീസ് കണ്ടെത്തുന്ന തെളിവുകൾ രാജേന്ദറിന് എതിരാണെന്ന് കോടതി ആദ്യം അംഗീകരിക്കണം. ആ തെളിവുകൾ കൃത്യമായും രാജേന്ദറിന് എതിരാണെന്ന് പൂർണ്ണ ബോധ്യമുണ്ടെങ്കിലേ ഓസ്ട്രേലിയൻ സർക്കാർ ഇന്ത്യൻ സർക്കാരിന് ആ കത്ത് ഫോർവേഡ് ചെയ്യത്തുള്ളൂ. ആ കത്ത് ഇവിടെ വന്നാലും ഇവിടുത്തെ പോലീസ് അവസാനം അന്വേഷിച്ച് ആ റിപ്പോർട്ട് ഇന്ത്യയിലെ കോടതിയിൽ എത്തിക്കണം. രാജേന്ദർ എവിടെയാണോ ഉള്ളത് അവിടെയുള്ള കോടതിയിൽ. ആ കോടതി ആ തെളിവുകൾ പരിശോധിച്ച് അവർക്ക് ബോധ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ മാത്രമേ രാജേന്ദറിനെ അയാൾ ഉള്ള സ്ഥലത്തുനിന്ന് ഇന്ത്യക്ക് പുറത്തേക്ക് അയക്കാൻ പറ്റൂ. എന്തെങ്കിലും കാരണവശാൽ ഇവിടുത്തെ കോടതി അത്
റിജക്റ്റ് ചെയ്താൽ പിന്നീട് ഒരിക്കൽ പോലും ഓസ്ട്രേലിയക്ക് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ആദ്യം കളക്ട് ചെയ്യുന്ന തെളിവുകൾ വളരെ വളരെ നിർണായകമാണ് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം. സ്വാഭാവികമായിട്ടും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുകളിൽ വൻ പ്രഷർ വരികയാണ്. ഒരു നിരപരാധിയായ പെൺകുട്ടിയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ആ കൊല നടത്തിയത് രാജേന്ദ്ര ആണെന്നുള്ള ഒരു നിഗമനത്തിൽ പോലീസ് എത്തിയിട്ടുണ്ടെങ്കിലും തെളിവുകൾ ശേഖരിച്ചു വരുന്നതേ ഉള്ളൂ. 2018 ഒക്ടോബർ 21 ഈ സംഭവം നടക്കുന്നത്. പോലീസ് അന്ന് അവിടെ നിന്ന് കളക്ട് ചെയ്ത വടി പിന്നെ മണ്ണ് അതിൽ രണ്ടിലും രക്തത്തിന്റെ സാമീപ്യമുണ്ട്. ആ രക്തം കണക്ട് ചെയ്തുകൊണ്ട് DNA പ്രൊഫൈലുകൾ പോലീസ് ഉണ്ടാക്കിയപ്പോൾ 2 DNA പോലീസിന് ലഭിച്ചു. ഒന്ന് കൊല്ലപ്പെട്ട ടോയിയുടെ തന്നെയാണ്, മറ്റൊന്ന് മറ്റൊരാളുടേതാണ്. ആ മറ്റേയാള് അതാണ് കൊലപാതകം എന്ന് പോലീസിന് അറിയാം. രാജേന്ദർ കൊല ചെയ്തു എന്ന് അറിയണമെങ്കിൽ പോലീസിന് ഒരു എളുപ്പമാർഗമുണ്ട്. രാജേന്ദ്രന്റെ മക്കൾ ആ സമയത്തും അയാളുടെ ഭാര്യയ്ക്കൊപ്പം അവിടെ ക്യൂൻസ്ലാൻഡിലുണ്ട്. ആ കുട്ടികളുടെ DNA സാമ്പിൾ രാജേന്ദ്രന്റെ DNA സാമ്പിളുമായി യോജിക്കുന്നുണ്ടോ എന്ന് മാച്ച് ചെയ്ത് നോക്കിയാൽ അവർക്കൊരു നിഗമനത്തിൽ എത്താൻ പറ്റും. അത് ചെയ്യാൻ പോലീസിന് ആഗ്രഹമുണ്ടെങ്കിലും അവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ കുട്ടികൾ തീരെ ചെറിയ കുട്ടികളാണ്. ആ കുട്ടികളേക്ക് കേസിലേക്ക് കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും പല ഭാഗത്തുനിന്നും എതിരഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഒരു ക്രിമിനൽ കേസ് തെളിയിക്കാനുള്ള പരിപാടി ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും പോലീസ് നിർബന്ധ ബുദ്ധിയാൽ ആ DNA പ്രൊഫൈലുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. ആ 3 കുട്ടികളുടെയും DNA പ്രൊഫൈൽ അവർക്ക് ലഭിച്ചിരിക്കുന്ന ആ വടിയുമായി കണക്ട് ചെയ്തിട്ടുള്ള DNA പ്രൊഫൈലുമായി ഒന്ന് താരതമ്യം ചെയ്തപ്പോൾ അത് യോജിക്കുന്നുണ്ട്. ആ കുട്ടികളുമായി ബന്ധമുള്ള ഒരാളുടെ രക്തമാണ് ആ വടിയിലുള്ളതെന്ന് ഉറപ്പാണ്. അത് രാജേന്ദ്രന്റെ തന്നെയാണെന്ന് ഉറപ്പാക്കണമെങ്കിൽ രാജേന്ദ്രന്റെ DNA കൂടി മാച്ച് ചെയ്ത് നോക്കേണ്ടി വരും. എന്തായാലും ഒരു പടി പോലീസ് കടന്നു. അടുത്ത പടിയിലേക്ക് പോലീസ് കടക്കാനായി തയ്യാറാകുമ്പോഴേക്കും ലോകമെമ്പാടും കൊറോണ പടർന്നു പിടിക്കുകയും ചെയ്തു. കൊറോണ പടർന്നു പിടിച്ചതും മറ്റു പല കാര്യങ്ങളും പെൻഡിങ് ആയതുപോലെ ഈ അന്വേഷണവും പെൻഡിങ്ങിലായി. കൊറോണയ്ക്ക് ശേഷം 2021 ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഓസ്ട്രേലിയൻ സർക്കാർ രാജേന്ദ്രനെ വിട്ടുകിട്ടണം എന്ന് ആവശ്യപ്പെട്ടുള്ള കത്ത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് ഫോർവേഡ് ചെയ്യുന്നത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് വന്ന കത്ത് സ്വാഭാവികമായിട്ടും കണക്റ്റഡ് ഡിപ്പാർട്ട്മെന്റുകളിലൂടെ പഞ്ചാബിൽ എത്തിയിരിക്കുകയാണ്. പഞ്ചാബിലെ അമൃത്സറിലാണല്ലോ രാജേന്ദർ ജനിച്ചു വളർന്നത്. അവിടെ അദ്ദേഹത്തിന്റെ വീട് വരുന്ന പരിസരത്തുള്ള സ്റ്റേഷനിലേക്കാണ് റിക്വസ്റ്റ് വന്നിരിക്കുന്നത്. അവര് രാജേന്ദറിനെ അന്വേഷിച്ചെത്തിയപ്പോൾ രാജേന്ദർ എവിടെയാണെന്നുള്ള കാര്യം ആ വീട്ടുകാർക്ക് അറിയില്ല. എന്നാൽ ഇതേ സമയത്ത് ഓസ്ട്രേലിയയിൽ രാജേന്ദ്രന്റെ ഭാര്യയുടെ ടെലിഫോൺ നമ്പർ 24 മണിക്കൂറും പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. 2018 ഒക്ടോബർ 21 വൈകുന്നേരം നടന്ന ആ കൊലയ്ക്ക് ശേഷം രാത്രി രാജേന്ദർ ഭാര്യയുടെ അടുത്ത് മടങ്ങിയെത്തിയിരുന്നു. 22 രാവിലെ അവിടുന്ന് പോവുകയും ചെയ്തു. അതിനുശേഷം ഒരിക്കൽ പോലും ആ ഫോണിലേക്ക് രാജേന്ദർ വിളിച്ചിട്ടേയില്ല. വേറെ ഫോണുകളിൽ നിന്നും വിളിച്ചിട്ടില്ല. 24 മണിക്കൂറും ആ ഫോണിലേക്ക് വരുന്ന കോളുകൾ നിരീക്ഷിക്കുന്ന പോലീസിന് ആ കാര്യം 100% ഉറപ്പാണ്. അവര് കരുതിയത് ഇന്ത്യയിലേക്ക് മടങ്ങിയ രാജേന്ദർ എന്തായാലും ഫാമിലിയുമായിട്ടെങ്കിലും ബന്ധമുണ്ടാക്കുമെന്ന്. ഭാര്യയുമായിട്ടുള്ള ബന്ധം അയാൾ ഉപേക്ഷിച്ചെങ്കിലും രക്ഷിതാക്കളുമായിട്ടുള്ള ബന്ധം അയാൾ ഉപേക്ഷിക്കില്ല എന്ന ധാരണയായിരുന്നു പോലീസിനുണ്ടായിരുന്നത്. പക്ഷേ അമൃത്സറിലെത്തിയപ്പോൾ അങ്ങനെ ഒരു ബന്ധം അയാൾ നിലനിർത്തുന്നില്ല എന്ന് കണ്ടു. അയാൾ എങ്ങോട്ട് പോയെന്ന് ആർക്കും അറിയില്ല. ഒരു വിവരവുമില്ല അയാളെക്കുറിച്ച്. കോവിഡ് പടർന്നു പിടിച്ച സമയത്ത് ഒരുപാട് ആളുകൾ ഇന്ത്യയിലെമ്പാടും മരണപ്പെട്ടിരുന്നു. ഏറ്റവും കൂടുതൽ മരണം സംഭവിച്ച രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയുമാണ്. ഒരുപാട് മരണം ശരിക്കും ഔദ്യോഗിക രേഖകളിൽ അജ്ഞാത മൃതദേഹം പോലെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുമുണ്ട്. ആ കൂട്ടത്തിൽ എങ്ങാനും രാജേന്ദർ ഇല്ലാതായോ? ഒരു വിവരവും കിട്ടാതെ വന്നപ്പോൾ പോലീസ് അങ്ങനെയാണ് സംശയിച്ചത്. രാജേന്ദ്രന്റെ പേരിലുള്ള ആരോപണം ഇപ്പോൾ ഇന്ത്യയിൽ പലർക്കും അറിയാം. ഓസ്ട്രേലിയൻ പത്രങ്ങളിൽ വന്ന ആ വാർത്ത സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ആ വാർത്തയുമായി കണക്ട് ചെയ്തുകൊണ്ട് പോലീസ് വിവരങ്ങൾ തിരക്കുമ്പോൾ രാജേന്ദ്രന്റെ പരിചയക്കാർക്കും ബന്ധുക്കൾക്കും ഒക്കെ ഒരു എതിരഭിപ്രായമാണ് ഈ കാര്യത്തിലുള്ളത്. അവരറിയുന്ന രാജേന്ദർ ഈ ശൈലിയിൽ ഇടപെടുന്ന ആളേ അല്ല. അയാൾ തികഞ്ഞ മാന്യനും സൽസ്വഭാവിയുമായിരുന്നു. ഒരു പെൺകുട്ടി ഈ ശൈലിയിൽ അയാൾ കൊന്നെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല എന്നാണ് അയാളുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒരുപോലെ പറയുന്നത്. പോലീസ് സ്വാഭാവികമായിട്ടും ആ മറുപടി കേട്ട് കുഴങ്ങി എന്ന് പറയാം. ഒരു ക്രൂരനായ ക്രിമിനലിനെ തിരക്കിയാണ് പോലീസ് യഥാർത്ഥത്തിൽ അയാളുടെ വീട്ടിലെത്തിയത്. പക്ഷേ വീട്ടിനകത്തുനിന്നും ചുറ്റുപാട്ടത്തുനിന്നും അയാളുമായി ബന്ധപ്പെട്ട ആളുകളിൽ നിന്നൊക്കെ കിട്ടുന്നതൊക്കെ അയാളെക്കുറിച്ചുള്ള നല്ല കാര്യങ്ങൾ മാത്രമാണ്. നമ്മുടെ ഈ അമൃത്സർ പോലീസ് പഠിച്ച പണി 18 നോക്കിയിട്ടും രാജേന്ദ്രനെ കുറിച്ച് ഒരു വിവരം കിട്ടാതെ വന്നതും അവര് അക്കാര്യം അവരുടെ ഹയർ ഒഫീഷ്യൽസിന് റിപ്പോർട്ട് ചെയ്തു. ആ റിപ്പോർട്ട് ഓട്ടോമാറ്റിക്കായി ദില്ലിയിലെത്തി. രാജേന്ദർ ഒന്നുകിൽ മരിച്ചു കാണും, ഇല്ലെങ്കിൽ രാജേന്ദർ മറ്റാരും തിരിച്ചറിയാത്ത ശൈലിയിൽ വേറെ ഏതെങ്കിലും വേഷത്തിലും രൂപത്തിലും ഭാവത്തിലും ഇന്ത്യയിൽ എവിടെയെങ്കിലും താമസിക്കായിരിക്കും. ചിലപ്പോൾ അയാൾ ഈ രാജ്യം വിട്ട് മറ്റെങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടാവും.
എന്തിനും സാധ്യതയുണ്ട്. ജീവിക്കാൻ വേണ്ടി അയാൾ ഏത് വേഷവും കെട്ടാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തിയെങ്കിലും അയാൾ ഏത് വേഷമാണ് കെട്ടിയിരിക്കാന്ന് അറിയില്ലല്ലോ. ആ വിവരം അവര് ഓസ്ട്രേലിയൻ പോലീസിന് റിപ്പോർട്ട് ചെയ്തപ്പോൾ ഓസ്ട്രേലിയൻ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ഒരു അനൗൺസ്മെന്റ് നടത്തി. രാജേന്ദ്രനെ കുറിച്ചുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻ നൽകുന്ന ആളിന് $1 മില്യൺ ഓസ്ട്രേലിയൻ ഡോളറാണ് ഓസ്ട്രേലിയൻ സർക്കാർ ഇനാമായി പ്രഖ്യാപിച്ചത്. ഒരു ഓസ്ട്രേലിയൻ ഡോളർ എന്ന് പറയുന്നത് 65 രൂപയാണ്. 65 രൂപയെ നമ്മൾ 10 ലക്ഷം കൊണ്ട് ഗുണിക്കണം എന്ന് പറഞ്ഞാൽ 6.5 കോടി രൂപ. അത്രയും രൂപയാണ് വിവരം നൽകുന്ന ആളിന് കൊടുക്കാമെന്ന് ഓസ്ട്രേലിയൻ സർക്കാർ പറഞ്ഞത്. ആരെയും മോഹിപ്പിക്കുന്ന ഒരു തുകയാണ് അത്. ക്യൂൻസ്ലാൻഡ് പോലീസിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ കുറ്റവാളിക്ക് വേണ്ടി ഇത്രയും തുക പ്രഖ്യാപിക്കപ്പെടുന്നത്. ഈ തുകയുടെ പ്രഖ്യാപനം ഉണ്ടായതും നമ്മുടെ മാധ്യമങ്ങൾ അത് നന്നായി ഹൈലൈറ്റ് ചെയ്തു. എല്ലാ TV ചാനലുകളിലും അതുപോലെ ഓൺലൈൻ മാധ്യമങ്ങളിലും പത്രങ്ങളിലും ഒക്കെ ഇതൊരു വലിയ സെൻസേഷണൽ വാർത്തയായി വന്നു. രാജേന്ദ്രനെ കുറിച്ച് എന്തെങ്കിലും വിവരം അറിയാവുന്ന ആളുകൾ ആ വിവരം പോലീസിന് ഹാൻഡ് ഓവർ ചെയ്താൽ കയ്യിലേക്ക് വരുന്നത് 6.5 കോടി രൂപയാണ്. ആരെയും മോഹിപ്പിക്കുന്ന ആ തുക സ്വാഭാവികമായിട്ടും ഒരുപാട് കോളുകൾ പോലീസിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് സത്യം. ആ കോളുകൾ ബേസ് ചെയ്തുകൊണ്ട് പോലീസ് അന്വേഷണമൊക്കെ നടത്തുമ്പോൾ അവസാനം തിരിച്ചറിയും അത് രാജേന്ദ്ര അല്ല. രാജേന്ദ്ര വേഷപ്രച്ഛന്നനായി കഴിയാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു വാർത്ത കൂടി പോലീസ് നൽകിയിരുന്നത് കൊണ്ടാണ് രാജേന്ദ്രന്റെ അതേ പൊക്കമുള്ള ആരെങ്കിലും എവിടെയെങ്കിലും കണ്ടാൽ അപ്പോ റിപ്പോർട്ട് പോലീസിന്റെ അടുത്തേക്ക് എത്തുന്നത്. അങ്ങനെ പല റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് 2022 നവംബർ 25-ന് ദില്ലി പോലീസിന് രാജേന്ദ്രനെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടുന്നത്. എല്ലാ സ്ഥലത്തും രാജേന്ദ്രനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ തന്നെയാണ് വരുന്നത്. ഇവിടെയും രാജേന്ദ്രന്റെ ആ ബോഡി ലാംഗ്വേജിനെ അനുസ്മരിപ്പിക്കുന്ന ഒരാള് ഉണ്ടെന്നുള്ള ഇൻഫർമേഷൻ പോലീസിന് തേടിയെത്തി. പോലീസ് അന്ന് തന്നെ ആ കക്ഷിയെ വളഞ്ഞിട്ട് പിടിക്കുകയും ചെയ്തു. പോലീസ് പിടിച്ച കക്ഷിക്ക് ശരിക്കും നല്ല നീളത്തിൽ താടിയുണ്ട്. ഒരു സിഖ് വംശജന്റെ എല്ലാ ലക്ഷണവുമുള്ള ഒരു കഥാപാത്രം. പക്ഷേ രാജേന്ദ്രന്റെ അതേ പൊക്കമാണ് അയാൾക്കുള്ളത്, അതേ വണ്ണവുമാണ്. ആ നീളം താടിക്കാരനെ പോലീസ് വിശദമായ ചോദ്യം ചെയ്യലിന് വിധേയമാക്കിയപ്പോൾ അവസാനം അയാള് സമ്മതിച്ചു. അയാൾ തന്നെയാണ് രാജേന്ദ്രൻ. പോലീസുകാർ ചില പ്രത്യേക രീതിയിലേക്ക് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ആരും രാജേന്ദ്രനാണെന്ന് സമ്മതിച്ചു പോകുന്ന ചില സാഹചര്യങ്ങളുണ്ട്. ഇതങ്ങനെയല്ല, കൃത്യമായിട്ട് അയാൾ അറിഞ്ഞു തന്നെ സമ്മതിക്കരുത്. ദില്ലി പോലീസ് അയാളോട് എന്താണ് സംഭവിച്ചെന്ന് തിരക്കിയപ്പോൾ അയാൾ സംഭവിച്ച കാര്യങ്ങൾ പോലീസിനോട് പറഞ്ഞു. 2018 ഒക്ടോബർ 21-ന് പതുപോലെ അയാളും ഭാര്യയുമായി വഴക്കായി. ആ വഴക്ക് ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ ദേഷ്യം വന്ന രാജേന്ദ്രൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അയാൾ നേരെ പോയത് ഒരു സൂപ്പർ മാർക്കറ്റിലേക്കാണ്. അവിടെ നിന്ന് കുറച്ച് ഫ്രൂട്ട്സും ഒരു കത്തിയൊക്കെ വാങ്ങിച്ച് അയാൾ നേരെ വാങ്കറ്റ ബീച്ചിലെത്തി. മനസ്സൊന്ന് ശാന്തമാക്കാനായിട്ടാണ് വണ്ടി ഒതുക്കിയിട്ടിട്ട് അയാൾ ആ ബീച്ചിൽ വന്നിരുന്നത്. അയാളുടെ കൈവശമുള്ള ആ ഫ്രൂട്ട്സ് ഒക്കെ അയാളെ കത്തി ഉപയോഗിച്ച് വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് അവിടേക്ക് ഒരു പട്ടി കുരച്ചുകൊണ്ട് ഓടി വരുന്നത്. ശരിക്കും ടെൻഷനിലിരിക്കുന്ന രാജേന്ദ്രന് ആ പട്ടിയുടെ കുര വല്ലാത്തൊരു അസ്വസ്ഥ ഉണ്ടാക്കി. അയാൾ ആ പട്ടിയോട് തട്ടിക്കേറി ചൂടാവുമ്പോൾ ആ പട്ടിയുടെ പുറകെ ഒരു പെൺകുട്ടി അവിടേക്ക് ഓടിയെത്തി. അവളെ കണ്ടതും അയാള് ആ പെൺകുട്ടിയോട് ചോദിച്ചു, നിനക്ക് ഈ പട്ടിയെ മര്യാദയ്ക്ക് വളർത്താറിയില്ലേ? എങ്ങനെയാണോ പട്ടികൾ പെരുമാറുന്നത്? ഒരു പട്ടി ഒരാളെ നോക്കി കുരയ്ക്കുമ്പോൾ അതിന്റെ ഉടമയോട് ആരെങ്കിലും ഇങ്ങനെ ചൂടായാൽ ആരും ഒന്ന് അമ്പരന്നു. അതുപോലെ ആ പെൺകുട്ടി ഒന്ന് അമ്പരന്നു. ആദ്യം ഒന്ന് അമ്പരന്നെങ്കിലും അവള് തിരിച്ച് അയാളോട് പറഞ്ഞു, ഏയ് പട്ടി കുറിച്ചിട്ട് ഞാനെന്ത് പഴിച്ചു? നീ എന്ത് പഴിച്ചെന്നോ? വെറുതെ ഇരിക്കുന്ന ഒരാളുടെ അടുത്തുനിന്ന് പട്ടി കുറിച്ചാൽ അതിന് ഉടമയല്ലേ കുറ്റം ചെയ്തത്? നീയല്ലേ ആ പട്ടിയുടെ ഉടമ? നീ ഉത്തരം പറയണം. പട്ടി എന്തിനാ എന്നെ നോക്കി കുറിച്ചത്? അയാളുടെ ആ ചോദ്യത്തിന് ശരിക്കും എന്ത് മറുപടി പറയണമെന്ന് അറിയാതെ ആ പെൺകുട്ടി ഒന്ന് കുഴങ്ങിയെങ്കിലും പെട്ടെന്ന് അവളും ചാർജായി. അവൾ ഉടൻ അയാളോട് പറഞ്ഞു, പട്ടികൾ ആളിനെ നോക്കി കുരയ്ക്കുന്ന എപ്പോഴാണെന്ന് അറിയാവോ? കള്ളന്മാരെ കാണുമ്പോഴാണ്. നിങ്ങളൊരു കള്ളനായിരിക്കും, അതുകൊണ്ടാണ് അതിന്റെ പട്ടിയെ കുറിച്ചത്. ആ പെൺകുട്ടി പെട്ടെന്ന് വായി തോന്നിയ ശൈലിയിൽ അങ്ങനെ പറഞ്ഞതും നമ്മുടെ കഥാപാത്രമായ രാജേന്ദ്രന് വല്ലതങ്ങ് ദേഷ്യമായി. രാജേന്ദ്രനും അവളും തമ്മിൽ തുടർന്ന് പൊരിഞ്ഞ വഴക്കായി. ആ വഴക്ക് അടിയിൽ കലാശിച്ചു. ശരിക്കും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കാതെയുള്ള ആ അടി അവിടെ നടക്കുമ്പോൾ ഈ അടി കണ്ട് കൗതുകത്തോടെ നോക്കി നിൽക്കുകയാണ് ആ പട്ടിക്കുട്ടി. രാജേന്ദ്രൻ അവസാനം ആ അടിയിൽ വിജയിക്കാൻ വേണ്ടി കത്തിയെടുത്തപ്പോൾ അവിടെ കിടന്ന വടി ആ പെൺകുട്ടിയെ എടുത്തു. അങ്ങനെയാണ് കത്തിയും വടിയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ആരംഭിക്കുന്നത്. രാജേന്ദ്രന്റെ കുത്തേറ്റ് അവള് താഴെ വീഴുമ്പോൾ അവളുടെ അടിയേറ്റ് രാജേന്ദ്രന്റെ ദേഹം മുറിയുകയും ചെയ്തു. അതിനിടയിൽ അവള് രാജേന്ദ്രനെ കടിക്കുകയും ചെയ്തു. കയ്യിൽ കടികിട്ടിയ ആ നിമിഷത്തിൽ രാജേന്ദ്രൻ ആ കത്തി കൊണ്ട് അവളെ തലങ്ങ് വിലങ്ങും കുത്തുന്നതിന്റെ വേഗതയും കൂട്ടി. കുത്തേറ്റ് അവള് താഴെ വീണപ്പോഴാണ് അവൾക്ക് ജീവൻ നഷ്ടമായി എന്ന ആ യാഥാർത്ഥ്യം രാജേന്ദ്രൻ തിരിച്ചറിയുന്നത്. ഇതിനിടയിൽ പലതവണ അയാളുടെ കൈ ആ പെൺകുട്ടിയുടെ മുഖത്ത് പതിയുകയും ചെയ്തിരുന്നു. ദേഷ്യം ഒന്ന് അടങ്ങുമ്പോൾ അയാളും ആ ഡെഡ് ബോഡിയും ആ പട്ടിയും മാത്രമാണ് അവിടെ ഉള്ളത്.
ആ പട്ടി ഈ കാഴ്ചയൊക്കെ കണ്ട് കുര പോലും നിർത്തി അയാൾ നിൽക്കുമ്പോൾ അയാൾക്ക് സ്ഥലകാല ബോധമുണ്ടായി. അയാൾ ഉടൻ തന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടി അവിടെ ചുറ്റും നോക്കുമ്പോൾ ആ ബീച്ചിനോട് ചേർന്നുള്ള കാട് അയാളുടെ ശ്രദ്ധയപ്പെട്ടു. അയാൾ ഉടൻ ആദ്യം ചെയ്തത് ആ പട്ടിയെ പിടികൂടി അവിടെ ഉള്ളിടത്ത് കെട്ടിയിടുക എന്നുള്ള പരിപാടിയാണ്. പട്ടിയെ കെട്ടിയിട്ടതിന് ശേഷം അയാൾ മുകളിലേക്ക് പോയി നോക്കുമ്പോൾ ആ മരങ്ങൾക്കിടയിൽ ഒരു കുഴി അയാളുടെ ശ്രദ്ധയപ്പെട്ടു. അങ്ങനെയാണ് ആ പെൺകുട്ടിയെ അയാൾ ആ കടൽ തീരത്തുനിന്ന് വലിച്ച് ആ കുഴിയുടെ അടുത്ത് വരെ കൊണ്ടുവരുന്നത്. ആ കുഴിയിലേക്ക് അവളെ ഇട്ടപ്പോൾ അവളുടെ തല മാത്രം കുഴിയുടെ മുകളിൽ പൊങ്ങി നിൽക്കുകയാണ്. എത്ര വിചാരിച്ചിട്ടും ആ തല കൊണ്ട് താഴുന്നില്ല. അത് മറയ്ക്കാൻ വേണ്ടിയാണ് അയാൾ ആ ബീച്ചിൽ നിന്ന് മണല് വാരിക്കൊണ്ടുവന്ന് ആ കുഴിയിൽ ഇട്ട് തുടങ്ങിയത്. സമീപത്തുള്ള മണ്ണൊക്കെ അയാൾ കാലുകൊണ്ട് ചവിട്ടി ആ കുഴിക്കകത്തേക്ക് തെറിപ്പിച്ചെങ്കിലും ആ കുഴിയിലെ തല പൊങ്ങി നിന്നുകൊണ്ട് ആ തല മറയ്ക്കാൻ വേണ്ടിയാണ് അയാൾ ആ ബീച്ചിൽ നിന്നുള്ള മണൽ കൊണ്ടുവന്ന് ആ കുഴിയിലിട്ടത്. ഏതാണ്ട് ആ തല അങ്ങ് പൂർണ്ണമായും മൂടുമ്പോഴേക്കും സമയം സന്ധ്യ കഴിഞ്ഞിരുന്നു. ആരുടെ ശ്രദ്ധയപ്പെടാതെ അയാൾ ആ കാടിന്റെ ഇടയിൽ കൂടി പുറത്തേക്ക് ഇറങ്ങി പതുക്കെ മുകളിൽ കയറി അയാളുടെ കാറും എടുത്ത് അവിടെ നിന്ന് സ്ഥലം വിടുകയായിരുന്നു. അയാള് നേരെ പോയത് വീട്ടിലേക്കാണ്. വീട്ടിലെത്തിയിട്ടും അയാൾക്ക് അങ്ങോട്ട് ഉറക്കം വരുന്നില്ല. പെട്ടെന്ന് തന്നെ അയാൾ പാസ്പോർട്ട് കയ്യിലെടുത്തു. അത്യാവശ്യം പണമൊക്കെ എടുത്ത് അയാൾ വസ്ത്രങ്ങളൊക്കെ റെഡിയാക്കി ബാഗും റെഡിയാക്കി നേരം വെളുക്കുന്നതിന് മുമ്പ് അവിടുന്ന് പുറത്തു കിടക്കായിരുന്നു. എന്താ വേണ്ടതെന്ന് അയാൾക്ക് ഇപ്പോൾ അറിയാം. പോലീസ് വിവരമറിഞ്ഞ് അന്വേഷിക്കുമ്പോൾ അയാളുടെ അടുത്തേക്ക് പോലീസ് എത്താൻ സർവ്വസാധ്യതയുണ്ട്. പോലീസ് അന്വേഷിച്ച് വരുന്നതിന് മുമ്പ് സ്ഥലം വിടാം എന്ന് കരുതി തന്നെയാണ് അയാള് അവിടെ നിന്ന് മുങ്ങിയത്. അയാള് പോകുന്ന വഴിക്കാണ് അയാളുടെ സുഹൃത്തിനെ കാണുന്നതും സുഹൃത്ത് അയാളോട് എന്തൊക്കെയോ ചോദിക്കുന്നു. അതൊക്കെ കഴിഞ്ഞ് അയാൾ സിഡ്നിയിലെത്തി അവിടുന്ന് എയർപോർട്ടിൽ നിന്ന് അതിവേഗം ദില്ലിയിലേക്ക് തിരിക്കുകയായിരുന്നു. ദില്ലിയിൽ എത്തിക്കഴിഞ്ഞാൽ അയാൾക്ക് അമൃത്സറിലേക്ക് പോകാനുള്ള ഒരു മടിയുണ്ടായി. എന്തായാലും തന്നെ പോലീസ് തിരക്കുമെന്നറിയാവുന്ന രാജേന്ദർ ദില്ലിയിൽ മറ്റൊരു പേരുമായി രാജേന്ദർ അങ്ങ് താമസം ഉറപ്പിച്ചു. ആ പേര് സ്വീകരിക്കുമ്പോൾ തന്നെ അയാൾ ഒരു കാര്യം ചെയ്തു. ആ കാര്യം എന്ന് പറഞ്ഞാൽ താടി വളർത്തലാണ്. താടിയും മുടിയും നീണ്ടു വളർന്നു കഴിഞ്ഞപ്പോൾ അയാളെ അറിയാവുന്ന ആളുകൾ പോലും തിരിച്ചറിയില്ല എന്ന സ്റ്റേജിലേക്ക് എത്തിയിരുന്നു. അയാൾ മനഃപൂർവ്വം ഒഴിവാക്കിയത് അയാളുടെ വീട്ടുകാരെയും ഭാര്യയുമാണ്. ആരെയും കോണ്ടാക്ട് ചെയ്യാതെ, പരിചയമുള്ള ഒരാളെ പോലും കോണ്ടാക്ട് ചെയ്യാതെ 2018 മുതൽ 2022 വരെ രാജേന്ദർ ദില്ലി തന്നെ ഉണ്ടായിരുന്നു. എന്തൊക്കെയോ ജോലികൾ ചെയ്ത് അയാൾ അവിടെ കഴിയുകയായിരുന്നു. അയാൾ പറഞ്ഞ കാര്യം കേട്ട് ദില്ലി പോലീസ് ശരിക്കും ഞെട്ടിപ്പോയി തന്നെ പറയാം. ഒരു മനുഷ്യൻ അയാളുടെ ഭൂതകാലത്തെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് ജീവിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നടക്കുന്ന കാര്യമേ അല്ല. സാധാരണ ഏതൊരു മനുഷ്യനും ഒരു കൗതുകം വരും ഭൂതകാലത്തിലെ ആരെങ്കിലും ഒന്ന് ബന്ധപ്പെടാൻ. അവര് തന്നെക്കുറിച്ച് എന്ത് പറയുന്നു, എന്ത് കരുതുന്നു എന്നൊക്കെ അറിയാനുള്ള ഒരു കൗതുകം സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. പക്ഷെ ആ കൗതുകത്തെ രാജേന്ദർ വളരെ ബലമായി അടക്കി വെച്ചു എന്നുള്ളതാണ് സത്യം. എന്തായാലും ഓസ്ട്രേലിയൻ പോലീസ് വിവരം അറിഞ്ഞു. ദില്ലി പോലീസിന്റെ കൈവശത്ത് രാജേന്ദർ ഉള്ള കാര്യം അറിഞ്ഞതും അവരുടെ റിക്വസ്റ്റ് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കി കിട്ടാൻ അവര് ഗവൺമെന്റിൽ പ്രഷർ ചെലുത്തി തുടങ്ങി. ദില്ലിയിൽ നിന്ന് ഓസ്ട്രേലിയക്ക് അയാളെ അയക്കുന്നതിന് മുമ്പ് ഇവിടുത്തെ കോടതിയിൽ അയാളുടെ കുറ്റം തെളിയിക്കണമല്ലോ. കോടതിയിൽ അയാളെ കൊണ്ടുവന്നപ്പോൾ അയാള് ദില്ലി പോലീസിനോട് പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ മാറ്റി പറയുകയാണ്. താൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്നാണ് രാജേന്ദർ കോടതി പറയുന്നത്. പോലീസ് വെറുതെ അതും ഇതൊക്കെ പറഞ്ഞ് കഥയുണ്ടാക്കി തന്റെ മുകളിൽ വെക്കുന്നതാണ്. അയാൾ പക്ഷേ രാജേന്ദറാണ്. അക്കാര്യത്തിൽ അയാൾക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. അയാൾ അന്ന് ആ വാൻഡബി ബീച്ചിൽ ഉണ്ടായിരുന്ന സമയത്ത് ശരിക്കും 2 കൊലകളാണ് നടന്നത്. ഒന്ന് ഈ പറഞ്ഞ ടോയ്, മറ്റൊന്ന് ഒരു പുരുഷനാണ്. ഈ കൊലകൾ നടത്തിയത് ഓസ്ട്രേലിയക്കാരായ ചെറുപ്പക്കാരാണ്. അയാള് ഇരുട്ടത്ത് ആ കാഴ്ച കണ്ടതാണ്. ആ കാഴ്ച കണ്ട അയാളുടെ മൊബൈൽ ഫോൺ ആ ലൊക്കേഷനിൽ ഉണ്ടാകുമെന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടുന്ന് മുങ്ങാൻ തീരുമാനിച്ചത്. അല്ലാതെ ആ കൊലയിൽ അയാൾക്ക് പങ്കുള്ളതുകൊണ്ടല്ല. കോടതിയിൽ രാജേന്ദർ ആ ശൈലിയിൽ സംസാരിച്ചപ്പോൾ ഓസ്ട്രേലിയൻ പോലീസിന് വേണ്ടി ഈ വിഷയത്തിൽ ഇടപെടുന്ന ആളുകൾ രാജേന്ദർ പറയുന്നത് 100% കള്ളമാണെന്ന് തെളിയിക്കുന്നതിനുള്ള ചില രേഖകൾ കോടതി സബ്മിറ്റ് ചെയ്തു. അത് ആ DNA പ്രൊഫൈലിന്റെ സാമ്യമാണ്. രാജേന്ദറിന്റെ കസ്റ്റഡിയിൽ എടുത്ത സമയത്ത് തന്നെ ദില്ലി പോലീസ് രാജേന്ദറിന്റെ DNA ശേഖരിക്കാനുള്ള നടപടി തുടങ്ങിയിരുന്നു. ആ DNAയും ഓസ്ട്രേലിയയുടെ കൈവശമുള്ള DNAയും മാച്ച് ചെയ്യുന്ന കാര്യം ദില്ലി കോടതിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതും 2023 ദില്ലി കോടതി രാജേന്ദറിനെ ഓസ്ട്രേലിയക്ക് കൈമാറാനുള്ള ഉത്തരവിറക്കി. അങ്ങനെയാണ് രാജേന്ദർ ഇന്ത്യയിൽ നിന്ന് വീണ്ടും ഓസ്ട്രേലിയ എത്തുന്നത്. 2025 ഈ കേസുമായി ബന്ധപ്പെട്ട അവസാന വിധി വരുന്നത്. രാജേന്ദറിന് ജീവപര്യന്ത തടവാണ് കോടതി വിധിച്ചത്. ആ ജീവപര്യന്ത തടവിൽ ആദ്യത്തെ 25 കൊല്ലം ഒരു തരത്തിലുള്ള പരോളിനും രാജേന്ദർ അർഹനല്ല എന്നുകൂടി കോടതിയുടെ വിധിയുണ്ടായി. നാടും വീടൊക്കെ വിട്ട് മറ്റ് രാജ്യങ്ങളിൽ പോയി താമസിക്കുന്ന ഇന്ത്യക്കാർ അനവധി കൊലക്കേസുകൾ പ്രതിയാകുന്നത് നമ്മളിപ്പോ ശ്രദ്ധിക്കാറുണ്ട്. ഒരുപാട് കേസുകൾ ഇപ്പോൾ നോട്ട് ചെയ്യുന്നുണ്ട്. ഓസ്ട്രേലിയയിലും US-ലും യൂറോപ്പിലെ പല രാജ്യങ്ങളിലും അതുപോലെ UK-ലും ഒക്കെ അത്തരം കേസുകൾ ധാരാളമായി വരുന്നത് കൊണ്ടാണ് ഈ ഒരു കേസ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാമെന്ന് വിചാരിച്ചത്. വളരെ കോളിളക്കം ഉണ്ടാക്കിയ ഒരു കേസാണ് ഈ രാജേന്ദറിന്റെ കേസ് എന്ന് പറയുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിച്ചത് MLife-ൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യാം. താങ്ക് യു.